ഞാൻ ഉമ്മാനെ ചികിത്സിക്കാനാണ് വന്ന ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഷോൾഡർ പെയിൻ മാറി. ബുദ്ധിക്ക് അതീതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എന്താ നടക്കണെന്ന് കൂടി അറിയില്ല, പക്ഷെ ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഉമ്മാനെ ചികിത്സിക്കാനാണ് വന്നത്. പക്ഷെ എനിക്കും സ്ഥിരമായിട്ട് ആഴ്ചക്ക് ഒരു 4 ദിവസം മൈഗ്രെയിന്, മൂക്കടപ്പ്, എപ്പോഴും മൂക്കടപ്പ്. ഞാൻ നാഷണൽ സ്പ്രേ അടിക്കലാണ്. പിന്നെ ബാക്ക് പെയിന്, ഷോൾഡർ പെയിന് ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഷോൾഡർ പെയിൻ മാറി. ഇപ്പം ബാക്ക് പെയിൻ മാറി. ഇവിടെ വന്നിട്ട് ഞാൻ മൂക്കിൽ സ്പ്രേ അടിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഫുള്ള ഓപ്പൺ ആണ് മൂക്ക്. മൈഗ്രെയിൻ തലവേദന ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് ഫുള്ളായിട്ട് പൂർണ്ണമായി മാറുമെന്നാണ് വിശ്വാസം. ഓക്കെ, താങ്ക് യു. ഞാൻ ഉമ്മാനെ ചികിത്സിക്കാനാണ് വന്നത്. പക്ഷെ എനിക്കും സ്ഥിരമായിട്ട് ആഴ്ചക്ക് ഒരു 4 ദിവസം മൈഗ്രെയിന്, മൂക്കടപ്പ്, എപ്പോഴും മൂക്കടപ്പ്. ഞാൻ നാഷണൽ സ്പ്രേ അടിക്കലാണ്. പിന്നെ ബാക്ക് പെയിന്, ഷോൾഡർ പെയിന് ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഷോൾഡർ പെയിൻ മാറി. ഇപ്പം ബാക്ക് പെയിൻ മാറി. ഇവിടെ വന്നിട്ട് ഞാൻ മൂക്കിൽ സ്പ്രേ അടിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഫുള്ള ഓപ്പൺ ആണ് മൂക്ക്. മൈഗ്രെയിൻ തലവേദന ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് ഫുള്ളായിട്ട് പൂർണ്ണമായി മാറുമെന്നാണ് വിശ്വാസം. ഓക്കെ, താങ്ക് യു. ബുദ്ധിക്ക് അതീതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് എവിഡൻസ് അല്ലെങ്കിൽ നമ്മളെ സാധാരണയുള്ള യുക്തിബോധം അനുസരിച്ചൊന്നും ചെയ്യണില്ല. എന്താ നടക്കണെന്ന് കൂടി അറിയില്ല, പക്ഷെ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഞാനിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ ഈ സാർ പറഞ്ഞ മാതിരി ഒരു കുട്ടി, എന്താ എന്നൊരു പേരുണ്ട്, ജിന്ന് പോലെ എന്തോ ഇങ്ങനെ എപ്പോഴും ഡൗട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. പേരെന്തോ ആയിക്കോട്ടെ. അപ്പൊ അത് ഉറക്കത്തിനെ ബാധിച്ചു, മറ്റെല്ലാ ഇതിനെയും ബാധിച്ചു. എന്ത് ചെയ്യണേനും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനൊക്കെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പല സിസ്റ്റം ഞാൻ പോയിരുന്നു. പക്ഷെ അതിലൊന്നും അവർ പറയുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടൊന്നും ഇതിൽ വലിയ വ്യത്യാസമില്ല. സ്പിരിച്വാലിറ്റിയിലാണ് ഇതിൻ്റെ ബേസ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് റൈറ്റ് പേഴ്സൻ്റെ അടുത്ത് വന്നപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. പൂർണ്ണമായി മാറിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നു.